വെൽക്കം ടു ASLB അക്കാഡമി. ഞാൻ അജിത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ സിലബസ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, പഠനമൊക്കെ എല്ലാവരും ആരംഭിച്ചിട്ടുണ്ടാവും. നമുക്ക് ഡിപ്ലോമ BTech ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പിന്നെ നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂളിലൊക്കെ നല്ലൊരു ജോബ് ലഭിക്കാനായിട്ടുള്ള, നല്ലൊരു ഹയസ്റ്റ് സാലറി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലി ലഭിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,300 മുതൽ 87,000 വരെയാണ് ഇതിൻ്റെ ഒരു പാക്കേജ് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. റിസർവേഷൻ എന്ന് പറയുന്നത് റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് അതനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അതായത് 45 വയസ്സ് വരെ SC-കാർക്കും മറ്റ് കാറ്റഗറികൾക്ക് അവരുടെ ആ ഒരു കാറ്റഗറിക്ക് എത്രത്തോളം റിലാക്സേഷൻ കിട്ടുമോ അതനുസരിച്ചും ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി awarded by a university government after undergoing regular course of study for not less than 3 years. 3 വർഷത്തിൽ കുറയാതെയുള്ള ഡിപ്ലോമയാണ്. അതേപോലെ തന്നെ BTech-കാർക്കും അപേക്ഷിക്കാൻ പറ്റും. BTech-കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷത്തെ ക്വാളിഫിക്കേഷൻ ആണല്ലോ BTech എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ്, സ്കെയിൽ ഓഫ് പേ എന്നുള്ള കാര്യങ്ങളെല്ലാം അത് ആ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സിലബസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് ആണ് നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എത്ര മൊഡ്യൂളുണ്ട്, ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ മൊഡ്യൂൾ 1 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിനും മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഏത്, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ ഡെഫിനിഷൻസ് ആൻഡ് യൂണിറ്റ്സ് ആണ്. ഇനി എന്താണ്, ലോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓംസ് ലോ, സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ്, പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ക്രിച്ചോഫ് കറണ്ട് ലോ ആൻഡ് വോൾട്ടേജ് ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഏതൊരു എക്സാമും ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട എക്സാമിൽ ചോദിക്കുന്ന ഒരു എക്സാം തന്നെയാണ്, ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇക്വേഷൻസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി ലൈറ്റനിങ് ഫെനമന, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, ഡൈഇലക്ട്രിക്കൽ സ്ട്രെങ്ത്, കപ്പാസിറ്റർ ഇൻ സീരീസ് ആൻഡ് പാരലൽ, energy stored in capacitor, Coulomb law, permeability, magnetic flux density, reluctance, MMF, Faraday's laws of electromagnetic induction, Lenz's law, self-inductance and mutual inductance, energy stored in an inductor, Fleming's law. ഇതും ഒരു ബേസിക് ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അറിഞ്ഞിരിക്കേണ്ട പോർഷൻസുകളാണ് കേട്ടോ. അപ്പം നമുക്കൊരു പുതിയതായിട്ടൊന്നും അങ്ങനെ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല. കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടോപ്പിക്സുകൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 3 പറയുമ്പോഴത്തേക്കിനും ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റം എന്നാണ്. അതായത് AC ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇക്വേഷൻസ് ആൻഡ് റിലേറ്റഡ് സിമ്പിൾ പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ AC ത്രൂ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് ഇൻ 3-phase AC സിസ്റ്റം, ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റം. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സും തന്നെ അതിലുണ്ട്.
ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൊഡ്യൂൾ 4 പറയുന്നത് മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെൻറ്റ്, മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, പവർ ഫാക്ടർ മീറ്റർ, സിംഗ്രോസ്കോപ്പ്, ടിയോഡിമീറ്റർ, CRO, ഇൻസുലേഷൻ മെഗർ ആൻഡ് എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, CT ആൻഡ് PT. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ എല്ലാ മീറ്റേഴ്സും ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം എല്ലാം തന്നെ കവറപ്പ് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾ 5 വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്കൊരു സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്, ഇലക്ട്രിക് ഷോക്ക് റിക്വയർമെൻറ്റ് ഫോർ അവോയ്ഡിങ് ഷോക്ക്, ഫസ്റ്റ് എയ്ഡ്, ഇൻസ്റ്റലേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അധികം ലെങ്തി അല്ലാത്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. 10 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഓവറായിട്ട് അങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു വയറിങ് ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റലേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്, ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൺ പവർ റിക്വയർമെൻറ്റ്. ഇനി മൊഡ്യൂൾ 6 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വയറിങ് ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ വളരെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. വയറിങ് ആക്സസറീസിൽ വരുന്ന എന്താണ്? വയർ സിംഗിൾ സ്റ്റാൻഡ് ആൻഡ് മൾട്ടി സ്റ്റാൻഡ്, കറണ്ട് റേറ്റിംഗ് ഫ്യൂസസ്, കാട്രിഡ്ജ് ആൻഡ് HRC സ്വിച്ചസ്, SPST, SPDT, TPTT, ICDP, ICTP, ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ്, MCB, ELCB, RCCB, ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ, എർത്തിങ്, പൈപ്പിംഗ് ആൻഡ് പ്ലേറ്റ് എർത്തിങ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ മെഷീൻസിൻ്റെ പാർട്സിലേക്ക് കടക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് DC മെഷീനാണ്. DC മെഷീൻ നമ്മുടെ മൊഡ്യൂൾ 7 വരുന്നതാണ് കേട്ടോ. മൊഡ്യൂൾ 7 വരുന്നു. DC ജനറേറ്റർ ആണ്. ആദ്യമേ DC ജനറേറ്റർ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, EMF ഇക്വേഷൻ, വേവ് ആൻഡ് ലാബ് വൈൻഡിങ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, സിമ്പിൾ പ്രോബ്ലംസ്. ഇനി DC മോട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്സ്, EMF ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലം, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, MG സെറ്റ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു 7ാമത്തെ മൊഡ്യൂളിൽ ഉള്ളത്. 8ാമത്തെ മൊഡ്യൂൾ വരുമ്പോഴത്തേക്കും നമ്മൾ AC മെഷീൻസ് ആണ്. അതിൽ തന്നെ പല ടൈപ്പ് മെഷീൻസ് ആണ്. ആദ്യം AC മെഷീനിൽ നമ്മൾ ട്രാൻസ്ഫോർമറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ട്രാൻസ്ഫോർമർ കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, ടൈപ്പ്, EMF ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസും നോക്കുന്നുണ്ട്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, പ്രിൻസിപ്പൽ കൺസ്ട്രക്ഷൻ, ടൈപ്സ്, സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി, പവർ സ്റ്റേജസ്, സ്പീഡ് കൺട്രോൾ, 3 ഫേസ് മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. ഇനി ഓൾട്ടർനേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പൽ, EMF ഇക്വേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, യൂണിവേഴ്സൽ മോട്ടോർ, AC സീരീസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ 8 അതും 10 മാർക്ക് തന്നെയാണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 11 വരുമ്പോഴത്തേക്കിനും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ തന്നെ നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്, ആൻഡ് ഓർ നോട്ട്, നാൻഡ്, നോർ, ഡിമോർഗൻസ് തിയറം, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ADC, DAC, സോൾഡറിങ് ടെക്നിക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി 10th മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സ് ആണ് വരുന്നത്. ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ, UJT റിലാക്സേഷൻ ഓസിലേറ്റർ, FET, JFET, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവെർട്ടർ, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS. അപ്പോൾ നമ്മുടെ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ BTECിൻ്റെ ഒരു അത്രയും വർഷത്തെ ഫുൾ സിലബസ് ഒരു 10 മൊഡ്യൂളിലാക്കിയിട്ടാണ് ഈ ഒരു സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. എന്നാൽ ഓവറായിട്ട് ഡീറ്റെയിൽഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ പോർഷൻസിലേക്കും തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഏത് സ്ഥലത്തു നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമിലേക്കുള്ള നമ്മുടെ AIZB അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസ്
തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്, ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്